സെപ്റ്റംബർ മാസം നമ്മൾ ആഘോഷിക്കുന്ന PCOS അവയർനെസ് മാസമാണ്. അപ്പോൾ എന്താണ് PCOS? അത് പോളിസിസ്റ്റിക് ഓവരിയൻ സിൻഡ്രോം, അല്ലാതെ PCOD, പോളിസിസ്റ്റിക് ഓവരിയൻ ഡിസീസ്. ഇത് പറയുമ്പോഴത്തേക്ക് മനസ്സിലാക്കാനുള്ള കാര്യം, ഇതിനകത്ത് എന്ത് സംഭവിക്കാനുള്ളത്, നമ്മുടെ ഓവറീസിൽ കുറച്ച് എൻലാർജ്ഡ് ആവും, അറ്റ് ദ സെയിം ടൈം അവിടെ സിസ്റ്റിക് ചേഞ്ചസ് വരാം. അപ്പോൾ എൻലാർജ്ഡ് ഓവറീസ് വിത്ത് സിസ്റ്റിക് ചേഞ്ചസ് ആണ് പോളിസിസ്റ്റിക് ഓവരിയൻ സിൻഡ്രോം. പക്ഷേ നമ്മുടെ സിൻഡ്രോം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ജസ്റ്റ് ഒരു എൻറ്റിറ്റി മാത്രമല്ല, അതിൽ സെറ്റ് ഓഫ് സിംറ്റോമറ്റോളജി അസോസിയേറ്റഡ് ആവാം. അപ്പൊ എന്തൊക്കെയാണ് PCOSനകത്ത് വരുന്നതുള്ള സിംറ്റോമറ്റോളജീസ്? കമ്മിങ് ടു ഫസ്റ്റ്, മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റീസ്. ഒരുപാട് സ്ത്രീകൾക്ക് ഈ PCOS ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ പ്രധാനമായിട്ട് പറയുന്നത് സിംറ്റോമറ്റോളജിയാണ് മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റീസ്. ചിലപ്പം മെൻസസ് 28 ഡേയ്സ് മുതൽ 42 ഡേയ്സ് വരെ അങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക, അല്ലാതെ മെൻസസിന്റെ ഫ്ലോ കുറയും, അല്ലാതെ ഒരുപാട് കൂടി വരും. അപ്പൊ ലെസ് ദാൻ 3 ഡേയ്സ് ആവാം, അല്ലാതെ മോർ ദാൻ 7 ഡേയ്സ് ആവാം. ചിലപ്പോൾ അബ്സെൻസ് ഓഫ് മെൻസസ് ആവാം. പ്രീ മെൻസ്ട്രുവൽ ഒരുപാട് വേദന ഉണ്ടാവാം, അല്ലാതെ ഡിസ്മെനോറിയ ഇങ്ങനെ പറയുന്നത് പെയിൻഫുൾ മെൻസസ് ഉണ്ടാവാം. ഇതെല്ലാം മെൻസസ് ഇറഗുലാരിറ്റീസ് ആണ് PCOSൽ കാണാൻ പറ്റുന്നത്. അതിന്റെ കൂടെ തന്നെ ചിലർക്ക് വെയിറ്റ് ഗെയിൻ ഇഷ്യൂസ് ഉണ്ടാവാം, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഒബേസിറ്റി ഉണ്ടാവാം. സ്കിന്നിലും അല്ലാതെ ഹെയറിലും കാണാൻ പറ്റുന്നത് അൺവാണ്ടഡ് ഹെയർ ഗ്രോത്ത് ഓൺ ദ ഫേസ്. നമുക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത ചിൻ അല്ലാതെ അപ്പർ ലിപ്പിലെ മുടി, കട്ടിയായിട്ടുള്ള മുടി കൂടുതൽ ഉണ്ടാവാം, അല്ലാതെ നമ്മുടെ തലയില് ചില പാറ്റേൺ ആയിട്ട് സെന്റർ പോർഷൻ ആയിട്ട് മുടി പൊളിച്ചിൽ അങ്ങനത്തെ ഉള്ള സിംറ്റോമറ്റോളജി ഉണ്ടാവാം. ഇതെല്ലാം PCODയുടെ സിംറ്റംസ് ആണ്. ദ സെയിം ടൈം PCOD ഉള്ള സ്ത്രീകളുടെ മുഖം ഒരുപാട് ഓയിലി ആയിരിക്കും, അവർക്ക് പിമ്പിൾസ് വരാനുള്ള ടെൻഡൻസി കൂടും. മെൻസസിന് മുമ്പ് ഈ പിമ്പിൾസ് വരാനുള്ള ടെൻഡൻസി ഒരുപാടായിട്ട് അതിന്റെ പാടൊക്കെ വീണും, അല്ലാതെ കുടികളൊക്കെ വീണും. അപ്പൊ ഇങ്ങനെയാണ് ഒരു സിംറ്റോമറ്റോളജി ആയിട്ട് PCOS നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുക? PCOS ഉണ്ടാവാനായിട്ട് ജനറ്റിക് ഫാക്ടേഴ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. അതിന്റെ കൂടെ തന്നെ എൻവയറമെന്റൽ ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഫാക്ടർ ആണ്. അപ്പൊ ഇതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മുടെ പോളിസിസ്റ്റിക് സിൻഡ്രോം കാണാൻ പറ്റുന്നത്. പോളിസിസ്റ്റിക് ഓവറീസ് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ 30% സ്ത്രീകൾക്ക് അത് ഒരിക്കലും ഒരു സിംറ്റംസ് ഇല്ലാതെ ചിലപ്പോൾ ഉണ്ടാവാം, ജസ്റ്റ് ഒരു ഫൈൻഡിങ് ആയിട്ട് അവിടെ അത് നിൽക്കും. പക്ഷെ 70% സ്ത്രീകൾക്ക് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ സിംറ്റോമറ്റോളജി ഉണ്ടാവും. അപ്പൊ എങ്ങനെ അത് ഇവാലുവേറ്റ് ചെയ്യാം? തീർച്ചയായിട്ട് നമുക്ക് ബ്ലഡ് ഇവാലുവേഷൻ ചെയ്തിട്ട് റിലേറ്റഡ് ഉള്ള ഹോർമോൺസിന്റെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ അത് കണ്ടുപിടിച്ചിട്ട് അതിന്റെ റിലേറ്റഡ് ഉള്ള മെഡിക്കേഷൻസും കാര്യങ്ങൾ ചെയ്യണം. സെയിം ടൈം ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് നമ്മുടെ എത്ര ലെവലുള്ള സിസ്റ്റിക് ചേഞ്ചസ് ഓവറീസിലുണ്ട് അത് കൂടി നമുക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു ബ്ലഡിനകത്ത് PCOD പ്രൊഫൈൽ ചെയ്യാം, ആ ഫുൾ ഇവാലുവേഷൻ നടത്തിയിട്ട് അതിന്റെ കൂടെ അൾട്രാസൗണ്ട് സ്കാൻ കൂടി ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് കറക്റ്റ് PCOS ഉണ്ട് എന്ന് മനസ്സിലാവും. ചില സമയത്ത് ഈ ഹോർമോണൽ ഇംബാലൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ബ്ലഡിനകത്ത്, പക്ഷെ സിംറ്റംസ് ഉണ്ടാവാം. അപ്പൊ ആ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ആ രീതി തന്നെ അത് അഡ്രസ് ചെയ്യണം. നമ്മുടെ തൊലിപ്പുറത്ത് കാണാൻ പറ്റുന്ന സിംറ്റംസ് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ അൺവാണ്ടഡ് ഹെയർ ഓൺ ഫേസ് ആണ്. അതിനു വേണ്ടി നമ്മൾ പ്രധാനമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ലേസർ ഹെയർ റിമൂവൽ. അത് ഒരുപാട് രീതി നമ്മൾ ഹെൽപ്ഫുൾ ആണ് ഈ ഹെയർ റിമൂവലിന് വേണ്ടിയിട്ട്. ഒരു പക്ഷേ എല്ലാവർക്കും അതിന്റെ ഇഫക്റ്റ് ഒരു രീതി തന്നെ ഉണ്ടാവണമെന്നില്ല. ചിലർക്ക് ഹോർമോണൽ ഇംബാലൻസ് കുറച്ച് സീവിയർ ആയിട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു 4-5 സെഷൻസ് ഓഫ് ലേസർ മതിയാവില്ല, ചിലപ്പോൾ അവർക്ക് കൂടുതൽ സെഷൻസ് ഓഫ് ലേസർ വേണ്ടി വരും. അല്ലാതെ മുഖക്കുരുടെ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുമ്പോഴും കോസ്മെറ്റോളജിക്കൽ ട്രീറ്റ്മെന്റും ചെയ്യുമ്പോഴും അവർക്ക് ആ ഫ്ലെയർ അപ്പ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ആ സമയത്ത് PCODയുടെ ഒരു ഫാക്ടർ വലിയൊരു ഫാക്ടർ ആയിട്ട് റോൾ പ്ലേ ചെയ്യും. പിന്നെ എങ്ങനെയാണ് ഈ PCOD നമ്മൾ മാനേജ് ചെയ്യുന്നത്? അപ്പോൾ വെയിറ്റ് ഗെയിൻ ഇഷ്യൂസ് ഉണ്ട്, തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഡയറ്റ് റെസ്ട്രിക്ട് ചെയ്യണം, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടണം, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചില ഭക്ഷണ രീതി, നമ്മുടെ ജീവന രീതിയൊക്കെ മാറിയെടുക്കേണ്ടി വരും. അതാണ് പൊതുവെ PCOD വണ്ണം കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് അഡ്വൈസ് ചെയ്യാനുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് വെയിറ്റ് കുറയ്ക്കണം, ഡയറ്റ് എക്സസൈസ് ചെയ്യണം. കാരണം എന്താണ്? ഒബേസിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യണം, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൺട്രോൾ ചെയ്യണം. ഇത് രണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹോർമോണൽ ബാലൻസിൽ പതുക്കെ പതുക്കെ ചേഞ്ചസ് വരാൻ തുടങ്ങും. നമ്മുടെ തൊലിപ്പുറത്ത് കാണാൻ പറ്റുന്ന സിംറ്റംസ് റിലേറ്റഡ് ടു ഹോർമോണൽ ഇംബാലൻസ് തന്നെയാണ്. ഹോർമോണൽ ഇംബാലൻസ് ആയിട്ടാണ് നമ്മുടെ മുഖത്തോ അല്ലാതെ നമ്മുടെ ദേഹത്തോ അല്ല ഓയിൽ ഗ്ലാൻഡിന്റെ സെക്രീഷൻ കൂടുതലാവും. അങ്ങനെയാണ് നമ്മുടെ സ്കിന്ന് ഒരുപാട് ഓയിലി ആവുക. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ചിലപ്പോൾ ഒരുപാട് താരന് വരാം, അല്ലാതെ മുഖത്ത് ഒരുപാട് കുരുക്കൾ വരാം.
ഈ ഹോർമോണിന്റെ ഇഫക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പൊതുവെ ഒരു ഫൈൻ ആയിട്ട് ഇരിക്കാനുള്ള ഹെയർ ഉള്ള ഭാഗത്ത് ലൈക്ക് സ്ത്രീകൾക്ക് അപ്പർ ലിപ്പോ ചിന്നോ അല്ലാതെ ചെസ്റ്റ് ഹെയറിലൊക്കെ ആ ഭാഗത്ത് നമുക്ക് ഫൈൻ ആയിട്ട് മുടി ഉണ്ടാവും. പക്ഷെ ഈ ഹോർമോണിന്റെ ഇംബാലൻസ് ആയിട്ട് ആ ഭാഗത്തുള്ള മുടി കട്ടിയായിട്ട് കോഴ്സ് ആയിട്ട് വരും. അങ്ങനെയാണ് അൺവാണ്ടഡ് ഹെയർ ഗ്രോത്തിൽ നമ്മുടെ PCOD കാണാൻ പറ്റുന്നത്. അതിൽ നമ്മുടെ മെഡിക്കൽ ടേംസിൽ പറയുന്നത് ഹെർസ്യൂട്ടിസം എന്നതാണ്. അപ്പോൾ ഈ PCOD ഹെർസ്യൂട്ടിസമിന്റെ ഒരു പ്രധാന കാരണം. കമ്മിങ് ടു ഹെയർ ഫോൾ. അപ്പോൾ PCOD ഉള്ള ആൾക്കാർക്ക് ഹെയർ ഫോൾ എങ്ങനെ ഉണ്ടാവാം? അത് തീർച്ചയായിട്ടും ഹോർമോണൽ ഡിപ്പെൻഡന്റ് ഉള്ള ഹെയർ ഫോൾ ആണ്. ഒരു പാറ്റേൺ ആയിട്ട് സെന്റർ പോർഷൻ ഉള്ള മുടി അങ്ങനെ പൊളിച്ചിലായിട്ട് അവിടെ ഒരു തിന്നിങ് ഉണ്ടാവും. അങ്ങനെയാണ് PCOD ഉള്ള ആൾക്കാർക്ക് ഹെയർ ഫോൾ ഉണ്ടാവാം. അപ്പോൾ ഇൻ എ നട്ട്ഷെൽ PCOD മാനേജ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ തൊലിപ്പുറത്തുള്ള കാര്യങ്ങൾ നോക്കി മാനേജ് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ജസ്റ്റ് നമ്മുടെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് അത് മാത്രം മാനേജ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മളെ എല്ലാം ഒരുമിച്ചായിട്ട് ചെയ്യണം. ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ആണ് പ്രധാനം. അത് കഴിഞ്ഞിട്ട് സെൽഫ് കെയർ. അപ്പൊ നമ്മൾ എങ്ങനെയും തല വാഷ് ചെയ്യുന്നു, എങ്ങനെ മുഖം വാഷ് ചെയ്യുന്നു, നമ്മുടെ എന്തൊക്കെ ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ എങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, എങ്ങനെ വെയിറ്റ് റിഡക്ഷൻ വേണ്ടി കാര്യങ്ങൾ, എങ്ങനെ സ്ട്രെസ് മാനേജ്മെന്റ് നമ്മൾ ചെയ്യുന്നു, ഇതെല്ലാം ഒരു മാനേജ്മെന്റ് ലാഡർ പോലെയാണ് PCOD റോൾ പ്ലേ ചെയ്യുന്നത്. സോ ഇൻ എ നട്ട്ഷെൽ നമ്മുടെ PCOD ഉണ്ട് എന്നാണെങ്കിൽ ഒരു ഭയപ്പെടാനൊന്നുമല്ല. പക്ഷെ അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ റിലേറ്റഡ് ഉള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ് അത് മനസ്സിലാക്കിയിട്ട് അത് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ആ ഹോർമോണൽ ഇംബാലൻസ് ശരിയായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ സ്കിന്നിന്റെ ഇപ്പൊ അൺവാണ്ടഡ് ഹെയർ ഗ്രോത്ത് വന്നു, അപ്പൊ നമുക്ക് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാം, അല്ലാതെ ഇലക്ട്രോലിസിസ് ചെയ്യാം. അത് ഒരു തരത്തിൽ നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ എൻഡോക്രൈനോളജിക്കൽ ഇവാലുവേഷൻ ചെയ്തിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് കൂടി വേണം. അതിന്റെ കൂടെ അപ്പൊ ചിലപ്പോൾ നമുക്ക് പ്രീ ഡയബറ്റീസ്, അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്, അത് PCOD കൂടെ ചിലപ്പോൾ ഉണ്ടാവാം. അതിനു വേണ്ടി ചിലപ്പോൾ മെറ്റ്ഫോർമിൻ പറഞ്ഞ കുറച്ച് മെഡിക്കേഷൻ എടുക്കേണ്ടി വരും. കൊളസ്ട്രോൾ കൂടി അപ്പോൾ സ്റ്റാറ്റിൻസ് അങ്ങനത്തെ ഉള്ള മെഡിക്കേഷൻ എടുക്കേണ്ടി വരും. അല്ലാതെ നമുക്ക് ഒരുപാട് അതർ ഹോർമോൺ റിലേറ്റഡ് ഉള്ള ഇംബാലൻസ് കൂടി ഉണ്ട്. അപ്പൊ ഹോർമോണൽ തെറപ്പി അല്ലാതെ ഓറൽ കോൺട്രാസെപ്റ്റീവ് പീൽസ് ഒക്കെ എടുക്കേണ്ടി വരും. ഇതെല്ലാം നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള മെഡിക്കേഷൻസ് ആണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ എടുക്കുമ്പോഴും ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് അല്ലാതെ സ്ട്രെസ് മാനേജ്മെന്റ് അല്ലാതെ നമ്മുടെ റെഗുലർ ഡയറ്റ് അല്ലാതെ നമ്മുടെ റെഗുലർ എക്സസൈസ് ഇതൊക്കെ അതിന്റെ കൂടെ തന്നെ ചെയ്യണം. അപ്പൊ തൊലിപ്പുറത്ത് കാണാനുള്ള സിംറ്റംസ് മാത്രമല്ല PCOS, അല്ലാതെ നമ്മുടെ അൾട്രാസൗണ്ടിൽ കാണുന്നത് ഓവേറിയൻ ചേഞ്ചസ് മാത്രമല്ല PCOS. അത് നമ്മുടെ ബോഡിക്ക് വേറെ വേറെ രീതിയിൽ അഫക്ട് ചെയ്യുന്നുള്ള ഒരു അസുഖം കൂടിയാണ്. അതുമാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ സെപ്റ്റംബർ PCOS അവയർനെസ് മന്ത് ആണ്. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഇത് തന്നെയാണ്. സ്ത്രീകൾക്കുമല്ല ഈ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം റിലേറ്റഡ് ഉള്ള ഒരു അസുഖമാണ് PCOS. അപ്പൊ അതിന്റെ അവയർനെസ് എല്ലാ സ്ത്രീകൾക്കും എന്നാലും വേണം. സ്കിൻ ആൻഡ് ഹെയർ അതിന്റെ പ്രാധാന്യമായിട്ട് നമ്മളോട് പറഞ്ഞുള്ള പേഷ്യൻസ് എല്ലാവർക്കും സ്കിൻ ഹെയർ റിലേറ്റഡ് ഉള്ള ഇഷ്യൂസ് ആയിട്ടാണ് വരാം. അപ്പൊ അതില് ജസ്റ്റ് സ്കിൻ ഹെയർ മാത്രമല്ല അതിന്റെ ഉള്ള റിലേറ്റഡ് കാര്യങ്ങൾ അസോസിയേറ്റഡ് കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്തിട്ട് വേണം അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യാം. അത് ഒരു ഭയങ്കര ഹോളിസ്റ്റിക് അപ്രോച്ച് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മാനേജ് ചെയ്യാനുള്ള ഒരു അസുഖം കൂടിയാണ്. താങ്ക് യു വെരി മച്ച്.